പേടിക്കണ്ടേ, തള്ള നിന്നൊന്നും ചെയ്യൂലടേ. ഇവിടുത്തെ ബ്രണ്ണൻ കോളേജിലെ പിള്ളേരോട് ചോദിച്ചാലറിയാം, ഞങ്ങൾ അവർക്ക് ഐസ്ക്രീം ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടാ. ഈ ഐസ്ക്രീം ഒക്കെ കൊടുത്താ സാറേ പല നേതാക്കന്മാരും പെട്ടുപോയത്. നീയാൾ കൊല്ലല്ലടി, എന്നെ പോലെ കോമഡി ഒക്കെ പറയല്ലേ. നീ എന്തിനാണ് ഇവിടെ വന്നത്? എന്ത് കേസ്? സാറ് പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ 2-3 ഉണ്ടായിരുന്നടേ, ചുമ്മാ ടൈം പാസ്. പക്ഷെ വേറൊരെണ്ണം അസ്ഥിക്ക് പിടിച്ചു കേട്ടാ. അവസാനം ഞങ്ങൾ 2 പേരും മനസ്സില്ല മനസ്സോടുകൂടി പിരിയേണ്ടി വന്നു. അതെന്താ? എന്റെ ഭാര്യ ഞങ്ങളെ 2 പേരെ ഞങ്ങളുടെ കൈയോടെ അങ്ങോട്ട് പിടിച്ചടേ. അവള് വെട്ടി പൊളന്നുകളെന്ന് പറഞ്ഞു കേട്ടാ. നിന്റെ ഐറ്റം ചേടത്തി ഐറ്റം തന്നെ അല്ലടേ. എന്റെ ഐഷ്യൻ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ കൊന്നുകളയും ഞാൻ. നല്ല തമാശ പറഞ്ഞടേ. അപ്പൊ പ്രണയം തന്നെ വിഷയം. ചെല്ലക്കിരിയുടെ പേരെന്തര്? ഐഷ. ഐസ? എന്ത് ഐസ്? ഐസല്ല, ഐഷ. അവൾ ആര്, എന്തിന്, എങ്ങനെ, എവിടെ വെച്ച്? കഥ കേക്കട്ടെ, പറയടേ. നീ ഫുൾ കഥ പറയടേ. ഈ കഥ തുടങ്ങുന്നതും ഒരു ഫുള്ളിന്നാണ് സാറേ. ഒരു ബിവറേജിന് മറയത്ത് ഒരു സന്ധ്യയ്ക്ക് ഒരു ഫുള്ള് വാങ്ങാൻ ഞാനൊരു ബിവറേജിന്റെ മറയത്ത് നിൽക്കുകയായിരുന്നു. കൂടെ എൻ്റെ സുഹൃത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന അജു ഉണ്ടായിരുന്നു. എന്നിട്ട് ഓ അതെങ്ങനെയാ സാർ? ഈ ഫ്രെയിമിൽ നിന്നൊന്ന് മാറിയാലല്ലേ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ പറ്റൂ. തള്ളി സോറി, നീ ഫ്ലാഷ് ബാക്ക് കണ്ടിന്യൂ. ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം കേട്ടാ. അന്ന് ഓക്കെ, ഫ്ലാഷ് ബാക്ക്. അജു ആദ്യം വരട്ടെ. ആ ബിവറേജിന്റെ മറയത്തുള്ള ഒരു കല്യാണ വീട്. എൻ്റെ ഒരു സഹോദരിയുടെ കല്യാണമായിരുന്നു അന്ന് അവിടെ നടന്നത്. ഏത് സഹോദരി എന്ന് ചോദിച്ചാൽ ഭാരതീയരെല്ലാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതെ, വിളിക്കാത്ത കല്യാണമാണ്. എന്തേ? നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടിയനായ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി മോഹിച്ചാണ് ആ വീട്ടിലെത്തിയത്. എടാ, നമ്മൾ പെണ്ണിന്റെ ആളാന്ന് പറയോ അത് ചെക്കന്റെ ആളാന്ന് പറയോ? നമ്മൾ ചിക്കൻ്റെ ആളാന്ന് പറയും. വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ട് എന്റെ കൈയും കാലും കിടന്ന് വറക്കുന്നുണ്ട് കേട്ടാ. നമ്മള് ഭക്ഷണം കഴിക്കണ കണ്ടിട്ട് ആരെങ്കിലും വന്ന് ചോദിച്ചാലാ? ഓനോട് വേറെ എടുത്ത് കഴിക്കാൻ പറയും. അതല്ല, നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാ എങ്കിൽ ഇപ്പോൾ വിളിക്കാൻ പറയും. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും വരും. നിനക്കൊന്നും നാണമില്ലാത്ത. നീ ആദ്യം ഇതുകൊണ്ടാ ഒരു 1.5 ലക്ഷം കല്യാണം കൂടി കഴിഞ്ഞാൽ ഈ നാണമൊക്കെ ഒന്ന് മാറിക്കോളും. എടേ, നിങ്ങൾ ഓച്ചിന് തിന്ന കാര്യം പറയാതെ നിങ്ങൾ നായികനെ വിളിക്കണേ. ഐഷ എവിടെ? എന്റെ സാറേ, ഇങ്ങള് ഫ്ലാഷ് ബാക്കിൽ കയറി ഇങ്ങ് വരല്ലേ. ഓള് വന്നോളൂ, ഇങ്ങളൊന്ന് പോയേന്. തന്നെ ഫ്ലാഷ് ബാക്ക് കണ്ടിന്യൂ ചെയ്യ്. ഓളൊരു മാലാകെ പോലെ അണിഞ്ഞൊരുങ്ങി വന്നു. തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. ഓ എന്താണ്ടത്? ഓ നീ ഓളെ കണ്ട എന്ത് മൊഞ്ചാണ്ടോക്ക്. കൊഞ്ചല്ല മൊഞ്ചി. ഓക്കൊരു സ്വർണമാലയുണ്ട്. ഓളാ സ്വർണമാല ഇട്ട് വരുമ്പോ വേറെ ഒന്നും കാണൂല. ആ 3.5 പവന്റെ സ്വർണമാല മാത്രം. അത് വിറ്റായി എത്ര ഫുള്ളടിക്കായി എന്റെ സാറേ. നീ കണ്ടില്ലേ? അത് സ്വർണ്ണമാണാ റോൾഡ് ഗോൾഡ് ആണോ? നിന്റെ ഐഷയുടെ 2 അടി ശരീരത്തിൽ 3.5 പവന്റെ മാല ഗോൾഡ് ആണോ മുക്കാണോന്ന് ഞാൻ എങ്ങനെ അറിയാനാ? എനിക്ക് ഓളോടൊന്ന് സംസാരിക്കണോടാ. എടാ, നിനക്കണ്ടേ ഇതൊന്നും നടക്കൂല. അവളൊരു ഉമ്മച്ചി കുട്ടിയാടാ. നീയാണെങ്കി ഒരു ഞായറും. ഞായരല്ല, നായര് ആണല്ല. ഓളൊരു ഉമ്മച്ചി കുട്ടിയാ. ഓള് നിന്നെ നോക്കാനൊന്നും പോള. എടാ, മുംതാസിന്റെ ഓർമ്മക്കായി ഷാജഹാൻ താജ്മഹൽ പണിതു. നീ എന്ത് ചെയ്യും? ഓ എനിക്കത്ര ഓർമ്മക്കുറവൊന്നുമില്ല. വേണമെങ്കിൽ ഓക്ക് വേണ്ടി ഞാനൊരു താജ്മഹൽ പറഞ്ഞേക്കാം. ആദ്യം നീ നിന്റെ ചോരണ വീട്ടിൽ ഒരു ഓലയിടാൻ നോക്ക്. ഓളൊരു ഉമ്മച്ചി കുട്ടിയാടാ. ഓള് നിന്നെ നോക്കൂല. ഓൾ എന്നെ തിരിഞ്ഞു നോക്കും, ഉറപ്പായിട്ട് നോക്കും. ഓൾ എന്നെ നോക്കും.
നോക്കിയടാ ഓളെന്നെ നോക്കി. നീ അല്ലടാ പറഞ്ഞ ഓള് ഉമ്മച്ചി കുട്ടിയാണെന്ന്. നോക്കടാ ഉമ്മച്ചി എന്നെ നോക്കിയടാ. ഉമ്മച്ചി എന്നെ നോക്കി. എടാ ഊളെ, അത് അവളുടെ ഉമ്മച്ചിയാടാ. ആ അത് തന്നെ ഞാൻ പറഞ്ഞത്. ആദ്യം ഉമ്മച്ചി, പിന്നെ ഓള്. ഞാൻ നാറിയാടാ. നീ നാറിയായതിന് ഞാൻ എന്ത് ചെയ്യാനാടാ? ഓള് വന്ന് ഓളോട് ഞാൻ സംസാരിക്കാൻ പോവാ. നീ നിക്കണോട്ടാ. ഐഷ ഒരു മിനിറ്റ്. എന്താ? എന്നെ ഇങ്ങനെ നോക്കല്ലേ ഐഷ. അതെന്താ? ചില പോലീസുകാരി കള്ളനെ നോക്കും പോലെ. ഈ കല്യാണം വിളിച്ചിട്ടില്ല അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? എന്നെയും വിളിച്ചിട്ടില്ല. അന്ന് ഞാൻ അറിഞ്ഞു സാറേ, ഞങ്ങൾ ഒരേ സ്വഭാവമാണ്, ഒരേ ചോരയാണെന്ന്. വിളിക്കാത്ത കല്യാണ ചോര. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. ശരി. അളിയാ, ഓൾ ദ ബെസ്റ്റ് അളിയാ. ധൈര്യത്തിന് വേണമെങ്കിൽ ഈ പൈൻ ടോപ്പിയും കൂടെ വെച്ചു. ഗോപിക ബാറിന്റെ വരാന്തയിലൂടെ ആ പൈന്റ് കുപ്പിയുമായി ഞാൻ നടന്നു. ഈ വരാപ്പുഴ ഷാപ്പിന്റെ ഭാഗത്ത് മാത്രമായി കണ്ടുവരുന്ന ഒരു അന്തിക്കള്ളിന്റെ മണമുണ്ട്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ആ ബെടക്ക് മണം കൂടിക്കൂടി വന്നു. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷം ഞാൻ തീരുമാനിച്ചു, ഈ പൈന്റും കുപ്പി എന്റേതാണ്. ആർക്കും വിട്ട് കൊടുക്കില്ല. ഇത് ഞാൻ ഒറ്റക്കടിച്ച് തീർക്കും. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് സ്മോൾ അടിക്കൂ. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഇനി എൻ്റെ മാത്രം, എൻ്റെ മാത്രം. എടാ അവൾക്കൊരു മുറച്ചിറക്കനുണ്ട്. അതിന് എടാ അവനൊരു 6 പാക്ക് ആണ്. എടാ ഈ കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? മോഹൻലാലിന് 6 പാക്ക് ആണോ? സുരേഷ് ഗോപിക്ക് 6 പാക്ക് ആണോ? എന്റെ അഭിപ്രായത്തിൽ ഈ 6 പാക്ക് നിയമപ്രകാരം നിരോധിക്കണം. ഏതവനാടാ ഓൾറെഡി മുറച്ചിറക്കൻ? ഫ്രീക്ക് അബു. ഫ്രീക്ക് അബുവാ? താനവന്റെ കൈക്കുത്ത് കരിങ്കുത്ത് ജീപ്പ് വെള്ള താറമുള്ള താറാമക്കളുടെ കയ്യിലൊരു ബാങ്ക് പരിപ്പ് കുത്തി പാച്ചോറാക്കി ഞാനും ഉണ്ട് സീതയുണ്ട്. സീതയുടെ അപ്പന്റെ പേരെന്താ? ഈ വില്ലേ 6 പാക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്താ സംശയം ഉണ്ടോ എനക്ക്? ആ. അതെ, 2 റോജാ പാക്ക്, 2 ഹാൻഡ്സ് പാക്ക്, 2 തമ്പാക്ക്, അങ്ങനെ 6 പാക്ക്. ഈ ഇവിടെ കറങ്ങണ്ട, ഇത് നമ്മുടെ ഏരിയയാണ്. വിട്ട് പിടി മൊയ്തീനെ. അന്റെ ഏരിയ എന്നിട്ട് പ്രാന്താശുപത്രി എന്നുള്ള ബോർഡൊന്നും കണ്ടില്ലല്ലോ. ഈ എന്താണ്ടാ കിടന്ന് ചൊരക്കണത്? വേഗം പോകാൻ നോക്കി, ഇല്ലെങ്കിൽ തടി കേടാവേ. തടി കേടാവണമെങ്കിൽ അങ്ങ് കേടാവട്ടെ. ഈ തടി വെച്ച് കട്ടില് മേശയൊന്നും പണിയാൻ പോണില്ലല്ലോ. ഈയൊക്കെ ഉണക്കമീന്റെ പുറകെ പൂച്ച മണപ്പിച്ച് അടക്കുമ്പോൾ ഐഷേന്റെ പുറകെ അടക്കണം നമ്മൾ കണ്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് വേണ്ട. അപ്പൊ നീ ഞങ്ങളുടെ നാട്ടിലെ പെണ്ണിനെ കാണാൻ നീ അത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നത് എന്തിനാ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ മലഞ്ചരക്ക് കണ്ടിട്ട് യൂറോപ്യൻകാര് കപ്പൽ പിടിച്ച് ലോകം ചുറ്റി വന്നില്ലേ, അതിലും വലുതാണ്. ആ ഞങ്ങൾ ഒരു ചരക്ക് കണ്ടിട്ട് തന്നെ വന്നത്. നിന്നെ ചവിട്ടി കൊന്നളയൂ. ഈ ആരണ്ടാ പറയാ? വരുത്തനാ? അതേടാ, ഞാൻ വരുത്തനാടാ. ഇനി ഒരുപാട് പേരുണ്ട്. എന്താ വരുത്തനാ? അനക്ക അവളോട് എന്തുമാത്രം സ്നേഹമുണ്ട്. പാരീസ് ഹോട്ടലിലെ ചിക്കൻ ബിരിയാണിയുടെ അത്രേ അനക്ക. മുല്ലപ്പന്തല് ഷാപ്പിലെ കപ്പയുടെ മീൻതലയുടെ അത്രേ. ഓളെ ഞാൻ കുഞ്ഞിലെ മുതലേ മനസ്സിൽ കൊണ്ട് കിടക്കണേണ്. ഈ മനസ്സിൽ കൊണ്ടു നടന്നു, ചാകണ വരെ മനസ്സിൽ കൊണ്ടു നടന്നു. പക്ഷേങ്കില് ഓളെ ഞാനേ കെട്ടുള്ളൂ. അങ്ങനെ ചെയ്താർപ്പള്ളിയിലെ പെണ്ണിനെ വേറെ പുറത്തൊന്നും ആരും കൊണ്ടുപോകണ്ട. ഈ എന്താ ചൊരിക്കണേ? എനിക്കെന്താടാ പ്രശ്നം? എന്താണ്ടാ? നീ പോടാ. എന്താക്കുന്ന്? എന്ത്? നീ എന്താക്കുന്നുണ്ടാ? നീ എന്തിനെടാ? പോണ്ടാ. നീ പോണ്ട അവിടുന്ന്. തല്ലുപിടിക്കല്ലേ. നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. അവൾ ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവൻ അവളെ കെട്ടു. ഓൾ എന്നെ പറയുള്ളൂപ്പാ. ആയിഷ ഇവിടെ വന്നേ നീ. തട്ടത്തിൻ മറയത്തെ പെണ്ണെ, ഐഷ അനക്കറിയാൻ എന്റെ മനസ്സിൽ ഞാനാന്ന്. പറ ഐഷ, ഈ കൂട്ടത്തിൽ അനക്ക് ആരെ ഇഷ്ടം? പറയടി, ആരും എനക്ക് ഇഷ്ടം പറയാൻ. ഐഷ പറ. എനക്ക് ഇയാളെ പെരുത്തിഷ്ടോ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം.
പാടുവാനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. തള്ളെ മണ്ണും ചാരിയുന്നോണ്ട് പെണ്ണും കൊണ്ട് പോയടേ. അതങ്ങനെയാ സാറേ, നമ്മൾ എത്ര സ്നേഹിച്ച പെണ്ണാണെങ്കിലും പോവേണ്ട പെണ്ണാണെങ്കിൽ ഓള് പോയിരിക്കും. പക്ഷേങ്കിലേ നമ്മൾ സ്നേഹിച്ചതിനെ അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ എൻ്റെ സാറേ? അപ്പൊ ആയിഷ നിന്റെ കൂടെ പോന്നാ? ഐഷല്ല, ഓൾഡ് ആ 3.5 പവന്റെ മാലിയില്ലേ, ഞാൻ അതങ്ങ് പൊക്കി. ഇനി സൺലൈറ്റ് രസികരാജയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. ഈ കേരളത്തിലേക്കുള്ള കുടിയേറ്റത്തെ പറ്റി വളരെ